ബിസ്മില്ലാ വൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. വിശാലമായ ഒരാമുഖത്തിലേക്കൊന്നും കടക്കാതെ പരിസ്ഥിതിയിലെ ഇസ്ലാമിക ഭാഷ്യം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകളെ മുന്നോട്ട് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിക ദർശനം ഏറെ പരിഗമിച്ച ഒരു വിഷയമാണ്. പരിസ്ഥിതിയും പരിസ്ഥിതി പരിപാലനവും എന്നത് താത്വികമായും പ്രായോഗികമായും തത്സംബന്ധമായി ഇസ്ലാം പലതും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളായ ഏകദൈവ വിശ്വാസവും പരലോക വിശ്വാസവും ലളിതമായി മനസ്സിലാക്കാൻ ഖുർആൻ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചതും സമർപ്പിച്ചതും പരിസ്ഥിതിയിലെ വ്യത്യസ്തവും അനേകവുമായ സൃഷ്ടി പ്രതിഭാസങ്ങളെയും പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളെയും ആണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മാനവ സമൂഹം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരിസ്ഥിതിയെയും അതുമായുള്ള ഇടപഴക്കത്തെയും ആത്മീയമായി സമീപിക്കണം എന്നതാണ് ഇസ്ലാമിക പ്രാപഞ്ചിക വീക്ഷണം. പ്രപഞ്ചത്തിലെ വസ്തുക്കളും പ്രതിഭാസങ്ങളും ദൈവികമാണെന്നും അത് ലംഘിക്കും വിധമുള്ള കൈക്കടത്തലുകൾ മനുഷ്യകരങ്ങളുടെ തെറ്റായ ഇടപെടലുകൾ ആണ് എന്നും ഖുർആനും നബിവചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അവയ്ക്കെല്ലാം അവരുടെ ജീവിതധർമ്മം നിർണയിച്ച് നൽകുന്നതും അള്ളാഹു ആണ് എന്ന സൂക്തത്തിലെ വിവക്ഷ അള്ളാഹുവിനെ സൃഷ്ടാവായും മാർഗദർശകനായും അംഗീകരിക്കണമെന്ന് മാത്രമല്ല, പ്രപഞ്ചത്തിലെ വസ്തുക്കൾക്ക് നിർണയിച്ചു കൊടുത്ത ധർമ്മം നിർവഹിക്കാൻ അനുവദിക്കണമെന്നുമാണ്. ലോകാവസാനത്തിൻ്റെ തൊട്ടു മുമ്പാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിലും കയ്യിലുള്ള തൈ നടുക എന്ന് പ്രവാചകർ ഉപദേശിച്ചു. പരിസ്ഥിതി ഹാനികരമാക്കുന്ന വിധത്തിൽ ഇസ്ലാമിക ശാസ്ത്രത്തിനോ സാങ്കേതിക വിദ്യക്കോ വികസിക്കാൻ സാധ്യമായിരുന്നില്ല. കാരണം ഇസ്ലാമിക ശാസ്ത്രത്തിലെ ലോകവീക്ഷണത്തിൽ നിന്ന് വേറിട്ടൊരസ്തിത്വം അസാധ്യമായിരുന്നു. പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിലുള്ള ആന്തരിക ബന്ധങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ നഷ്ടപ്പെട്ടതാണ് ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ ഗുരുതരമായൊരു പിഴവ് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിനും ആന്തരികമായി ബന്ധവും ആശ്രിതത്വവും ഉണ്ട് എന്നതാണ് ഇസ്ലാമിക പ്രാപഞ്ചിക വീക്ഷണം. പറഞ്ഞു വരുന്നത് ഉത്തരവാദിത്വത്തോടെ പ്രകൃതിയെ കൈകാര്യം ചെയ്യാനാകണം. അതിനോട് പൊരുത്തപ്പെട്ടുകൊണ്ടുള്ള ജീവിതക്രമമാണ് മനുഷ്യന് വേണ്ടത്. നബിതങ്ങൾ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്: മാമീൻ മുസ്ലിമീൻ യഹ്രി സ്വർസൻ വയസ്റഉ സർഅൻ ഫഅകുലു മിൻഹു തീറുൻ ഔ ഇൻസാൻ ഔ ബഹീമത്തുൻ ഇല്ലാ ഫഇല്ലഹു ബിഹി സദഖ. ഒരു മുസ്ലിം തൈ നടുകയോ കൃഷി ഇറക്കുകയോ ചെയ്യുകയും പക്ഷികളോ മൃഗങ്ങളോ അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്താൽ ഇത് സദഖയാകാതിരിക്കില്ല എന്ന്. അതുകൊണ്ട് പരിസ്ഥിതിയെ പരിപാലിക്കുന്ന രീതിയെ പിന്തുടരാൻ മുസ്ലിമിന് സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.